ആർത്തവ സമയത്ത് സെക്സ് സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന മാറ്റം. ടെൻഷൻ കൂട്ടും, വികാരം വർദ്ധിപ്പിക്കും. ദേഷ്യം കൂട്ടും, വികാരം കുറയ്ക്കും. ആർത്തവ സമയത്തെ സെക്സ് സ്ത്രീയിൽ ദേഷ്യം കൂട്ടും. ഭൂഗോള വിസ്തൃതിയിൽ ജലഭാഗം എത്ര ശതമാനമാണ്? 29%, 50%, 71%, 90%. ഭൂഗോള വിസ്തൃതിയിൽ ജലഭാഗം 75%. ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നത് എന്ന്? ജനുവരി 3, ജൂലൈ 4, ജൂൺ 21, ഡിസംബർ 22. ഗ്രീഷ്മ അയനാന്ത ദിനം ജൂൺ 21-നാണ്. ഒപ്റ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? അന്തരീക്ഷം, ശബ്ദം, പ്രകാശം, വർണ്ണം. ഒപ്റ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊച്ചി, കൽക്കട്ട, ബാംഗ്ലൂർ, മദ്രാസ്. കൊച്ചിയിൽ ആണ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏത്? ആവേഗബലം, ഘർഷണബലം, ഭൂഗുരുത്വാകർഷണ ബലം. ഇവയൊന്നുമല്ല. ഏറ്റവും ദുർബലമായ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഊർജത്തിന്റെ CGS യൂണിറ്റ്. മാസ്, ജൂൾ, എർഗ്, സ്കോർ. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏത്? എർഗ്സ് ആണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണം. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ. ഇവയെല്ലാം സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണമാണ്. ഇവയെല്ലാം. ടൈഫസ് എന്ന രോഗത്തിന് കാരണമായ ജീവി ഏത്? പേൻ, കൊതുക്, ചിലന്തി, മൂട്ട. ടൈഫസ് എന്ന രോഗത്തിന് കാരണക്കാരനായ ജീവിയാണ് പേൻ. രോഗപ്രതിരോധ ശേഷിക്കാവശ്യമായ ജീവകം ഏത്? ജീവകം എ, ജീവകം ബി, ജീവകം സി, ജീവകം ഡി. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം സി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര്? ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, VK കൃഷ്ണമേനോൻ, ആചാര്യ കൃപലാനി. ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്.